ഇന്ത്യൻ സേനയുടെ കരുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പഹൽഗാം ആക്രമണത്തിന്റെ ബാക്കി പത്രമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഓരോ സൈനിക വ്യക്തികളും നമുക്ക് അഭിമാനമായി മാറുകയായിരുന്നു. പാകിസ്ഥാനിലെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സാധിക്കേണ്ടിയിരുന്നു. എന്നാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളുമായി കൂടെ നിന്ന് ഇന്ത്യനെ ഏത് വിധത്തിൽ ആക്രമിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു വിചാരത്തിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. ഇന്ത്യ സിന്ധു നദീ കരാർ റദ്ദാക്കിയത് പോലും പാകിസ്ഥാന്റെ നീചമായ പ്രവൃത്തി മൂലമാണ്. ഈ പ്രവൃത്തിക്ക് മറുപടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല തീരുമാനങ്ങളും എടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായത്തിന് വേണ്ടി റഷ്യയുടെ പ്രസിഡന്റും അമേരിക്കയുടെ പ്രസിഡന്റും ഇസ്രായേലിന്റെ പ്രസിഡന്റും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ സഹായത്തിന് വേണ്ടി ഒപ്പമുണ്ടായി. എന്നാൽ ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ കാണുകയായിരുന്നു. ചൈന ഇപ്പോഴും പല രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ്.